പൂക്കൂടയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഗാർഡനിൽ കാണുന്ന മനോഹരമായ പൂക്കൾ വെറും പേപ്പർ ഉപയോഗിച്ച് നമ്മുടെ കൈകൊണ്ട് അതേ മനോഹാരിതയോടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു പരീക്ഷണമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മനോഹരമായ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല, ഒറിജിനൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായി അവ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് കൂടി ചാനൽ നിങ്ങളെ പഠിപ്പിക്കുന്നു. പൂക്കൂടയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഇനി ആകാൻ പോകുന്നവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെ നൽകിയ പിന്തുണയും പ്രോത്സാഹനവും ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് പൂക്കൂടയുടെ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കടലാസ് പൂക്കളെന്ന് നമ്മൾ വിളിക്കുന്ന ബൊഗെയിൻവില്ലയാണ്. നേരത്തെയുള്ള എപ്പിസോഡിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരിക്കൽ കൂടി ചെയ്യുന്നു. നമുക്കിനി എങ്ങനെയാണ് ഈ പൂക്കൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. ഈ 3 നിറത്തിലുള്ള ക്രേപ്പ് പേപ്പറുകളാണ് ഈ ബൊഗെയിൻവില്ല ഉണ്ടാക്കുന്നതിനായി ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ കുങ്കുമ നിറത്തിലെ പൂക്കളാണ് ഇന്ന് പൂക്കൂടയിൽ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഇതുപോലെ ചെറിയ 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കിയതിനു ശേഷം അതിൽ നിന്ന് ഇതുപോലെ ചെറിയ 3 പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി പൂവുകൾക്കുള്ളിലെ ഈ തിരി പോലുള്ള ഭാഗവും അതിൻ്റെ അഗ്രഭാഗത്തെ വെള്ള നിറവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കിയെടുത്ത ശേഷം അത് ഈ 3 പെറ്റൽസിൻ്റെയും മധ്യഭാഗത്തായി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു ചെറിയ കമ്പി എടുത്ത് ഒരു ചെറിയ പീസ് മുറിച്ചെടുത്ത ശേഷം അതിലേക്ക് ഈ 3 പെറ്റൽസും നമുക്ക് ഫേസ് ടു ഫേസ് ആയി ഒട്ടിച്ചു കൊടുക്കാം. ബൊഗെയിൻവില്ലയുടെ ഒരു പൂവ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഗ്രീൻ ക്രേപ്പ് പേപ്പറിൽ നിന്ന് റിബൺ പോലെ അല്പം മുറിച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന 5 or 10 പൂക്കൾ ഉപയോഗിച്ച് ബൊഗെയിൻവില്ലയുടെ ബഞ്ചസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യാനുസരണം ചെറിയ ഇലകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഡിസൈൻഡ് ഹാൻഡ് മെയ്ഡ് ഷീറ്റാണ് ഇലകൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കാറ്. വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പറും ഉപയോഗിക്കാം. ഗ്രീൻ ഷീറ്റിൽ നിന്ന് ഇതുപോലെ ചെറുതായി മടക്കി വെച്ച് ചെറിയ ചെറിയ ഇലകളും ആവശ്യത്തിന് വലിപ്പമുള്ള ഇലകളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതും വലുതുമായ ഇലകൾ കട്ട് ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ ഇലകൾ ആദ്യം വെച്ചുകൊണ്ട് ഈ കമ്പിയിലേക്ക് നമുക്ക് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് ചുറ്റിയെടുക്കാം. കുറച്ച് ഇലകൾ വെച്ച ശേഷം നമുക്ക് പൂക്കൾ ഓരോന്നായി ഇതുപോലെ വെച്ച് ആ കമ്പിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ബഞ്ചസ് ആയിട്ടാണ് ആവശ്യമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് പൂക്കൂടയിൽ ഇലകൾ വെച്ച് സെറ്റ് ചെയ്യാം. രണ്ട് നിറത്തിലുള്ള പൂക്കളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് രണ്ടും ഈ പൂക്കൂടയിൽ തന്നെ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബൊഗെയിൻവില്ല പൂക്കളുടെ പരീക്ഷണവും അറേഞ്ച്മെന്റും കഴിഞ്ഞു. വിജയിച്ചോ ഇല്ലയോ എന്നത് നിങ്ങളുടെ തീരുമാനത്തിന് വിടുന്നു. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായം രേഖപ്പെടുത്തണം. മാത്രമല്ല, ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്ന പൂക്കളായിരിക്കും പൂക്കൂടയുടെ ഓരോ പരീക്ഷണത്തിലും ഉൾപ്പെടുത്തുക. അങ്ങനെ പുതിയ പരീക്ഷണങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.